ഇന്നിപ്പോൾ അവിടെ ചർച്ച നടക്കാൻ പോവുകയാണ്. എന്താണ് അമ്മ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അവരുടെ മനസ്സിന് എങ്ങനെയാണോ ഞങ്ങളുടെ ഭൂമി പ്രശ്നമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഏതായാലും ഇന്ന് അവിടെ പോയി ഓഫീസിനെ നോക്കിയാൽ മാത്രമാണ് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ട് പറയാം. ശരിയാണോ? അതായത് അമ്മ ഇന്നിപ്പോൾ അവിടെ എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കൃഷി ഇറക്കും എന്നാണോ പറയുന്നത്? അതാണ് ഞങ്ങളുടെ ഇപ്പം ഏതായാലും ഇത്ര കാലം ഞാൻ കേസാടി. എന്നാലും ഇന്ന് എങ്ങനെ അവർ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും കാടിനെ ഇറങ്ങും. ഞങ്ങളുടെ മക്കളാണ് ഇത്ര ആളുകളും. അപ്പം ഇത്ര നമ്മൾ ആണുകൾ ഞങ്ങളുടെ വീട്ടിന് ആണുകളില്ലാത്തവരാണ്, ഞങ്ങൾ പെണ്ണുകൾ തന്നെ. അപ്പം ഞങ്ങളുടെ ഭൂമിനെ ഇവർ ഇങ്ങനെ തട്ടിപ്പറിച്ചെടുത്താൽ അതും ശരിയാകില്ലല്ലോ. അപ്പം നമ്മൾ എവിടെ പോയി ജീവിക്കാൻ പറ്റൂ? അതുകൊണ്ടിട്ട് ഞാൻ ഏതായാലും വിധിയായ ഭൂമിയാണല്ലേ? വിധിയായ ഭൂമിയാണ്. ഈ 35 വർഷം കേസാടിക്കൊണ്ടിരിക്കുന്നത്. ഇരുന്നാണ് പാത്തിട്ട് എൻ്റെ മനസ്സൊക്കെ മക്കൾ നമ്മൾ ഇരിക്കണവരാണ് ഇപ്പം അത് നടപടിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മരിക്കണ കാലത്തിന് അങ്ങനെ നമ്മൾക്കത് കുട്ടികൾക്കൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ കുട്ടികളെ പിന്നെ ശല്യം ചെയ്യും അവർ. അതുകൊണ്ട് ഞാൻ ഇരിക്കുന്ന ടൈമിനെയേ ഗവൺമെൻറ് അതൊക്കെ ഒരു തീരുമാനം തരണമെന്നാണ് ഞാൻ ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല. അത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ സ്വന്തം മുത്തച്ഛൻ്റെ ഭൂമിയാണ്. അപ്പോൾ അത് ഏതായാലും അവർ തീരുമാനത്തിൽ ഞങ്ങൾ തരണോ കണ്ടിട്ടുണ്ടായാൽ മാത്രമാണ് അട്ടപ്പാടിനെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റും. ഇന്നിപ്പോൾ തീരുമാനം ആയാലും ഇല്ലെങ്കിലും അമ്മ കൃഷി ഇറക്കും. ഞാൻ ഏതായാലും കൃഷി ചെയ്യും. എൻ്റെ കാടിനെ ഞാൻ ഏതെങ്കിലും ഇടും. ഇന്നലെ ഇപ്പോൾ മന്ത്രി കെ രാജൻ പറഞ്ഞത് അമ്മയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ആ നീതി വാങ്ങിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അതിലൊക്കെ വിശ്വാസം ഉണ്ടോ ഇപ്പോൾ ഈ മന്ത്രിമാരൊക്കെ പറയുന്നതിൽ? അതിപ്പം നമുക്ക് എല്ലാ സാറുമാരുടെ മനസ്സ് പോലെ എല്ലാവരുടെ മനസ്സ് കിട്ടില്ലല്ലോ. അത് ഇന്നാൽ എനിക്ക് തരണം. ഇല്ലെങ്കിൽ ഞാൻ അട്ടപ്പാടിനെ വിടേയില്ല. ഞാൻ എൻ്റെ ഭൂമിനെ ഏത് സാറുമാർകൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭൂമിനെ ഞാൻ കൃഷി ചെയ്യും. എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നഞ്ചിയമ്മ. ആ ചർച്ചയിൽ തീരുമാനമായാലും ഇല്ലെങ്കിലും തൻ്റെ കൃഷിഭൂമിയിൽ താൻ കൃഷി ഇറക്കുമെന്നാണ് അവർ പറയുന്നത്. അട്ടപ്പാടിയിൽ നിന്ന് രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേഷ്, 24.